നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാജീവ് ചന്ദ്രശേഖർ സമർപ്പിച്ച നാമനിർദ്ദേശക പട്ടികയിലെ സ്വത്ത് വിവരങ്ങളിൽ ശരിയല്ല എന്ന വിവാദങ്ങൾക്ക് മറുപടിയുമായി രാജീവ് ചന്ദ്രശേഖരൻ തന്നെ രംഗത്തെത്തി. കൊറോണ വന്നത് കാരണം ബിസിനസ്സിൽ നഷ്ടമുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ വരുമാനം നല്ല രീതിയിൽ കുറഞ്ഞു. അദ്ദേഹം നൽകിയ പത്രിക തള്ളിക്കളയണമെന്നാവശ്യപ്പെട്ട് UDFും രംഗത്തെത്തിയിരുന്നു. ആദായ നികുതി പരിധിയിൽ വരുന്ന വരുമാനം 680 രൂപ മാത്രമാണെന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ സത്യവാങ്മൂലത്തിൽ പറഞ്ഞത്. ഇത് കോൺഗ്രസ് പാർട്ടി പ്രചാരണ വിഷയമാക്കി എടുത്തതോടെയാണ് വിശദീകരണവുമായി രാജീവ് ചന്ദ്രശേഖരൻ എത്തിയത്. സംഭവത്തെ തുടർന്ന് കോൺഗ്രസിന് പുറമെ LDFും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. ആകെ 28 കോടി രൂപയുടെ ആസ്തി മാത്രമാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ജൂപ്പിറ്റർ ക്യാപിറ്റൽ അടക്കമുള്ള തന്റെ പ്രധാന കമ്പനികളുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. അതോടൊപ്പം ബാംഗ്ലൂരുവിലെ തന്റെ വസതിയുടെ ഉടമസ്ഥതയും രാജീവ് ചന്ദ്രശേഖരൻ വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് അഭിഭാഷകൻ ആരോപിച്ചു. അതേസമയം രാജ്യം മുന്നേറുമ്പോൾ കേരളം പിന്നോട്ടു പോവുകയാണെന്ന് കുറ്റപ്പെടുത്തിയ അദ്ദേഹം തന്നെ വ്യക്തിപരമായി ആക്രമിച്ച് അപമാനിക്കാൻ ശ്രമിക്കുന്നവരെ വെറുതെ വിടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസിന്റെ പണിയാണ് ഇത്തരത്തിലുള്ള വ്യക്തി അധിക്ഷേപം നടത്തുന്നതെന്നും എന്തൊക്കെ ചെയ്താലും സത്യം മാത്രമേ ജയിക്കൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 8 കൊല്ലം സംസ്ഥാനം ഭരിച്ചിട്ട് LDF സർക്കാർ എന്ത് ചെയ്തു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കഴിഞ്ഞ 18 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ തനിക്ക് ഒരു കറുത്ത പാടുപോലുമില്ല. അതുകൊണ്ട് തന്നെ പൊതുജീവിതത്തിൽ അഭിമാനമുള്ള ആളാണെന്നും രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു.